ആക്ടർ ബാലചേട്ടനും ഡോക്ടർ എലിസബത്തും റിലേറ്റഡ് ആയിട്ട് കുറേ അധികം പോസ്റ്റുകൾ ഈവൻ സാറ്റലൈറ്റ് ചാനലിൻ്റെ വെബ് പേജിലടക്കം ഫേസ്ബുക്ക് പേജിലടക്കം വരുമ്പോൾ ഞാൻ വിചാരിച്ചത് എന്തോന്നാണ് ഇതിപ്പോൾ ഭയങ്കര ഒരു വിഷയമായിട്ടുള്ളത് എന്നുള്ളത്. കാരണം ബാലചേട്ടൻ ഈ അടുത്ത് മറ്റേ ഫ്ലവേഴ്സ് 1 കോടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോയിൽ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിലൊന്നും അങ്ങനെ പേഴ്സണൽ ലൈഫ് റിലേറ്റഡ് ആയിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയ കാര്യവും ബാക്കി ആസ് യൂഷ്വൽ അങ്ങേര് പറയുന്ന കാര്യങ്ങളുമാണ് പറഞ്ഞത്. പക്ഷേ ഈ ഡോക്ടർ എലിസബത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അങ്ങേര് പറഞ്ഞിട്ടില്ല. ഞാൻ നോക്കുന്ന സമയത്ത് ഓൾമോസ്റ്റ് കുറേ കൈരളി ന്യൂസ് കൊടുക്കുന്നു, നമ്മുടെ മനോരമ ന്യൂസിനാണെങ്കിൽ 1, 2, 3 എന്ന് പറഞ്ഞിട്ട് 3-4 റൈറ്റപ്പുകൾ കാണാനിടയായി. അപ്പോൾ ഇതെന്താ വിഷയം എന്ന് മനസ്സിലാവാതെ ഞാനതൊക്കെ തുറന്നൊന്ന് വായിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഒരു കാര്യം പിടുത്തം കിട്ടിയത്. എലിസബത്ത് ഉദയൻ എന്ന് പറഞ്ഞ അവരുടെ പ്രൊഫൈലിൽ, ബാലചേട്ടൻ്റെ വൈഫിൻ്റെ പ്രൊഫൈലിൽ ഒരു പോസ്റ്റ് കിടക്കുന്നുണ്ട്. യു ആർ നോട്ട് ഡം ടു ലവ് സംവൺ വിത്ത് ഓൾ യുവർ ഹേർട്ട്, ടു വാണ്ട് സംവൺ ഹു ഈസ് നോ ഗുഡ് ഫോർ യു. Please with good hearts have the most trouble with this. We see the best in people and expect them to see the same in you. You can't make someone love you. That's why it's essential to not wait around for someone who won't ever love you. For the ones who wake up one day and decide they no longer love you, let them go. ഇങ്ങനെ പറഞ്ഞ് ഒരു സ്ക്രീൻഷോട്ട് അവർ എഴുതിയിട്ട് സ്ക്രീൻഷോട്ട് എടുത്തതാണോ എന്നറിയില്ല. എന്താണെങ്കിലും ആ ഒരു പോസ്റ്റിനെ തുടർന്നിട്ടാണ് ഇത്രത്തോളം എന്താ പറയുക റൈറ്റപ്പുകൾ വന്നിട്ടുള്ളത്. ഒരിക്കലും ചേരാത്ത ഒരാളെ മനസ്സ് തുറന്ന് സ്നേഹിക്കാൻ മാത്രം വിഡ്ഢിയല്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറേയധികം പോസ്റ്റുകൾ നിങ്ങൾക്ക് തന്നെ അടിച്ചു നോക്കിയാൽ കാണാൻ പറ്റും. ആക്ടർ വല്ലതും അടിച്ചു നോക്കി സോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ലേറ്റസ്റ്റിൽ ഇഷ്ടംപോലെ പോസ്റ്റുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിങ്ങനെ വന്ന ടൈമിൽ എന്താണെങ്കിലും അറിയാലോ, ഫ്ലവേഴ്സ് 1 കോടിയിൽ ബാലചേട്ടനത്, പിന്നെ ഈ പറഞ്ഞ പോലെ ഇവരുടെ ഈ പോസ്റ്റ്, എലിസബത്തിൻ്റെ ഒരു പോസ്റ്റ്, ഇതെല്ലാം കൂടി ആയ സമയത്ത് നമ്മുടെ ആറാട്ടണ്ണൻ ഈ ലൂപ്പ് തീരും തോന്നുന്നില്ല, ആ ലൂപ്പ് കണ്ടിന്യൂ ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. ആറാട്ടണ്ണൻ വന്ന് 2 വീഡിയോ ഇട്ടടേ, 2 വീഡിയോൻ്റെ കുറച്ച് പോർഷൻസ് ഞാൻ അവിടെ വയ്ക്കട്ടെ. മിസ്റ്റർ ആക്ടർ ബാല, നിങ്ങൾ ഫ്ലവേഴ്സ് സ്റ്റീൽ പോയി ശ്രീകണ്ഠൻ നായരുടെ സംസാരിക്കുന്നത് കണ്ടു. വളരെ അഭിമാനത്തോടെ പറയുന്നു ഒരു യൂട്യൂബ് ബ്ലോഗറിനെ എൻ്റെ തല്ലിയെന്ന്. എൻ്റെ അപ്പനുള്ള കാലത്താണ് നീ ശരിക്കും പഠിച്ചതെന്ന്. നിയമം കള്ളന്മാർക്ക് അനുകൂലമല്ല, കള്ളന്മാർക്കാണ് അനുകൂലം അല്ലേ? നിൻ്റെ ഫസ്റ്റ് വൈഫ് അമൃത സുരേഷ് വന്ന് എന്താ പറഞ്ഞത്? എന്തിനാണ് കള്ളം പറയുന്നത്? നിന്നെ സാറിനെ വിളിച്ചത്, ഇപ്പോൾ ഞാൻ വിളിക്കുന്ന നിന്നെ നീ എന്നാണ്. നീ എന്തിനാ കള്ളം പറയുന്നത്? നീ അമൃത സുരേഷിനെ കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞത്? അങ്ങനെ ഒരു സൈഡിൽ നമ്മളെ ആറാട്ടണ്ണൻ ബാലചേട്ടനെ കുറിച്ച് 2 വീഡിയോ ഒക്കെ ഇട്ടിട്ട് അങ്ങനെ പോകുന്നുണ്ട്. അപ്പം അതിനകത്ത് ആറാട്ടണ്ണൻ പറയുന്നുണ്ട് കേട്ടോ, ഈ എലിസബത്തിൻ്റെ കേസൊക്കെ പറയുന്നുണ്ട് ആറാട്ടണ്ണൻ. അതെൻ്റെ തലയിലിടാൻ നോക്കി, എലിസബത്തും നീയും തമ്മിലുള്ള പ്രശ്നം എൻ്റെ തലയിലിട്ടു. ബേസിക്കലി ആറാട്ടണ്ണന് അടി കിട്ടി എന്നുള്ളത് ആറാട്ടണ്ണൻ പറയുന്നത്. അതിൻ്റെ ഒരു സങ്കടവും ഫ്രസ്ട്രേഷനും അങ്ങേർക്ക് കാണും. എന്താണെങ്കിലും അതുകൊണ്ടാണ് അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇതിന് മുമ്പും ഐ തിങ്ക് ഡോക്ടർ എലിസബത്ത് ഉദയൻ എന്ന് പറഞ്ഞ പ്രൊഫൈലിൽ 2 പ്രൊഫൈൽ കാണാനായിട്ടാ, ഡോക്ടർ എലിസബത്ത് ഉദയനും 2 പ്രൊഫൈൽ. ഇതിന് മുമ്പ് വന്നൊരു പോസ്റ്റ്, ദർ വിൽ ബി സമ്മൺ ഇൻ യുവർ ലൈഫ് ഹൂ വി ഹാഡ് ഡൺ എവറിത്തിങ് പോസിബിളി സ്റ്റിൽ ദേ വിൽ മേക്ക് അസ് ഫീൽ ലൈക്ക് സീറോ. നമ്മുടെ ജീവിതത്തിൽ എല്ലാം ചെയ്തു കൊടുത്ത ഒരാളുണ്ടാവും, പക്ഷെ സ്റ്റിൽ അവർ നമുക്ക് ഇങ്ങോട്ട് തരുന്നൊരു ട്രീറ്റ്മെൻറ്റ് നമ്മൾ ഒന്നും അല്ലാത്തൊരു ആളെ പോലെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവരിതിന് മുമ്പ് വിട്ടിട്ടുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഞാൻ മനോരമയിൽ ഒന്ന് ആ റൈറ്റപ്പ് വായിച്ചു തരാം. അതായത് ഇത് എങ്ങനെ അവർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നു ഇത് ബാലചേട്ടനെ ആയിട്ട് എന്നുള്ളതാണ് എനിക്കൊരു സീറോ ഗ്രൗണ്ട് എന്ന് എനിക്കത് മനസ്സിലായി. കാരണം ബാലചേട്ടൻ പല സമയത്തും ഈ പറഞ്ഞ എലിസബത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്ക് വരുമ്പോൾ വളരെ റെസ്പെക്ട്ഫുള്ളോട് കൂടി ആ ഒരു റെസ്പെക്റ്റ് കൊടുത്താണ് സംസാരിച്ചിട്ടുള്ളത്. കാരണം എലിസബത്ത് ആണെങ്കിലും പേരെടുത്ത് പറഞ്ഞോ അല്ലെങ്കിൽ ബാല എന്ന് പറഞ്ഞ ആ വ്യക്തിയെ കുറിച്ചിട്ടാണ് എന്നൊന്നും പറഞ്ഞിട്ടുമില്ല എവിടെയും. ഓക്കെ, ഭാര്യ എലിസബത്തും താനും ഒരുമിച്ചല്ലെന്നുള്ള ബാലയുടെ വെളിപ്പെടുത്തലും എലിസബത്തിൻ്റെ സാമൂഹ്യ മാധ്യമങ്ങളിലെ കുറിപ്പും നേരത്തെ ചർച്ചയായിരുന്നു. ഇപ്പോഴിതാ വീണ്ടും ചില തുറന്നു പറച്ചിലുകളുമായി എത്തിയിരിക്കുകയാണ്. എലിസബത്ത് നിങ്ങൾക്ക് ഒരിക്കലും ചേരാത്ത ഒരാളെ മനസ്സ് തുറന്ന് സ്നേഹിക്കാൻ മാത്രം വിഡ്ഢിയല്ല നിങ്ങളെന്ന തുടക്കത്തോടെയാണ് എലിസബത്തിൻ്റെ കുറിപ്പ്. തൻ്റെ വേദനയും സങ്കടവും നിഴലിക്കുന്ന തരത്തിലാണ് എലിസബത്തിൻ്റെ എഴുത്ത്. എല്ലാത്തിനും കൂടെ നിന്നും എല്ലാം ചെയ്തു കൊടുത്തിട്ടും
നമ്മളെ ഒന്നുമല്ലാതാക്കി കളയുന്ന ആളുകൾ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകുമെന്ന തരത്തിലായിരുന്നു എലിസബത്തിൻ്റെ ആദ്യ കുറിപ്പ്. നമ്മളെ ഒരിക്കലും സ്നേഹിക്കാനാവില്ലെന്ന് പറയുന്ന ആളുകളെ അവരുടെ വഴിക്ക് വിടുക. ആദ്യകാലം മുതലേ അവർ നമ്മളോട് ആത്മാർത്ഥതയില്ലാത്തവരാണെന്ന് തിരിച്ചറിയുന്ന സമയമാണിതെന്നും എലിസബത്ത് തൻ്റെ പുതിയ കുറിപ്പിൽ പറയുന്നു. അപ്പോൾ അത് അവരവരുടെ ലൈഫിൽ അവർ ഫേസ്ബുക്കിൽ സോഷ്യൽ മീഡിയയിൽ ഒരു കുറിപ്പ് എഴുതിയിട്ടു. പക്ഷെ ഇതിലെവിടെയും ഒരു ആക്ടർ ബാലയുടെ റെഫറൻസ് വരുന്നില്ല. ആക്ടർ ബാലയാണെങ്കിലും വന്നിട്ട് ഇവിടെ എവിടെയും ഇപ്പം ഈ പറഞ്ഞ പോലെ എലിസബത്തിൻ്റെ കേസ് പറയുന്നുമില്ല. ഈ ഇതിൻ്റെ കമൻറ്റ് ബോക്സ് ആണോ? കമൻറ്റ് ബോക്സിലേക്കാണ് ഞാൻ ഈ ബിൽഡപ്പൊക്കെ കൊടുത്ത് കൊണ്ടുവരുന്നത്. ബാലയോടൊപ്പമുള്ള ഒരു ഫോട്ടോ പോലും ഇല്ലല്ലോ. ഇനി ഉണ്ടായിരുന്നത് ഡിലീറ്റ് ആക്കിയതാണോ? എങ്ങനെ? ബാലയുടെ കല്യാണം കഴിഞ്ഞു, ബാലയുടെ ഒപ്പമുള്ള ഫോട്ടോ ഇല്ല, ഇങ്ങനൊരു പോസ്റ്റ് വന്നു, ഡിലീറ്റ് ആക്കിയതെന്നുള്ള സംശയവും വരുന്നുണ്ട്. പോസ്റ്റ് എന്തുകൊണ്ട് ഇടുന്നില്ല എന്നുള്ള സംശയവും വരുന്നുണ്ട്. ഒരാളുടെ പേഴ്സണൽ ചോയ്സ് അല്ലേ ഇടുക, അയാൾ ആരുടെ ഒപ്പമുള്ള ഫോട്ടോ ഇടണം വേണ്ട എന്നുള്ളത്. ഭാര്യയും ഭർത്താവുമ്പോൾ നിർബന്ധമാണോ പോസ്റ്റ് ഇടണം എന്നുള്ളത്? ഇപ്പം ഞാനും സ്നേഹമാണെങ്കിലും വെരി ഫ്യൂ പോസ്റ്റ് മാത്രമേ നിങ്ങൾ കാണുന്നുണ്ടാവുള്ളൂ. ഞാനങ്ങനെ സ്ഥിരമായിട്ട് അങ്ങനെ ഞാനും സ്നേഹം കൂടിയുള്ള ഫോട്ടോസ് നമ്മൾ എടുക്കാറില്ല, ഇടാറുമില്ല. ഇതെന്തോ നിർബന്ധിതമായിട്ട് ചെയ്യേണ്ട പരിപാടിയാണ് ചിലർ പറയുന്നത്. സപ്പോർട്ട് ബാല. അമൃതയ്ക്കും എലിസബത്തിനും മുഴുത്ത വട്ടാണ്. ബാല എത്ര പാവങ്ങളെയാണ് സഹായിക്കുന്ന വീഡിയോ ദിവസം കാണുന്നില്ല, എന്നിട്ടും എന്തിന് ഇങ്ങനെ കള്ളം പറയുന്നു? ശരി, ഈ സഹായിക്കുന്നതാണോ അയാളുടെ ഒരു വ്യക്തിയുടെ ഇപ്പോൾ നിങ്ങൾ XYZ ഒരാളെടുത്തോ, അയാൾ സഹായിക്കുന്നൊരു വ്യക്തിയാണ്, നിങ്ങൾ വീഡിയോ ആണ് കേട്ടോ കാണുന്നത്. അത് എന്ത് വീഡിയോ, എങ്ങനത്തെ വീഡിയോ എന്നുള്ളത് നിങ്ങൾക്കോ എനിക്കോ പറയാൻ പറ്റില്ല. അങ്ങനെ സഹായിക്കുന്നൊരു വ്യക്തി, ആ വ്യക്തി ആ സഹായം ചെയ്യുന്നത് കൊണ്ട് അയാളുടെ റിയൽ ലൈഫിൽ അയാൾ അത്രത്തോളം എന്താ പറയുക, എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നൊരു വ്യക്തിയായിരിക്കണം. അല്ലെങ്കിൽ സഹായിക്കുന്ന ഒരു ഫേസ് റീലിൽ മാത്രമാണ് നിങ്ങൾ കാണുന്നത്. റിയാലിറ്റി ഡിഫറെൻ്റ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ മുന്നിൽ പ്രസൻ്റ് ആവുന്ന റിയൽ ലൈഫിൽ വളരെ എല്ലാവരോടും സഹായിക്കുന്ന, സൗമ്യമായിട്ട് വർത്തമാനം പറയുന്നൊരു വ്യക്തി, റിയൽ ലൈഫിൽ ചിലപ്പോൾ അതിൻ്റെ ഒരു എൻറ്റയർലി ഡിഫറെൻറ്റ് ഫേസ് ആണെങ്കിൽ പറയാൻ പറ്റുമോ? ഭർത്താക്കന്മാർ ആവുമ്പോൾ തല്ലും കൊല്ലും, അതൊക്കെ പെണ്ണുങ്ങളാവുമ്പോൾ സഹിക്കണം, അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ നിൽക്കരുത്. ഈ പോസ്റ്റിൻ്റെ ബാക്കി ഇത് ആരോട്? ഇത് ജിഷ്ണു മോഹനോ? ഭർത്താക്കന്മാരാകുമ്പോൾ തല്ലും കൊല്ലും എന്നൊക്കെ, അത് സഹിക്കാനല്ലെങ്കിൽ പിന്നെ കല്യാണം കഴിക്കാൻ നിൽക്കരുത്. ഏതാണ് അതൊക്കെ? എന്നിട്ട് അവർ തന്നെ ഇവരുടെ ഈ കമൻറ്റിൻ്റെ അടിയിൽ ഒരുപാട് പേര് റിപ്ലൈ കൊടുത്ത റിപ്ലൈകൾ കണ്ടോ. ജീവിതകാലം മുഴുവനും ചെലവിന് തരേണ്ട, അപ്പോൾ കുറച്ച് കുസൃതികളും തല്ലും വഴക്കും വേണമല്ലോ, തീറ്റിപ്പോറ്റേണ്ടായി. ഇതൊക്കെ മറ്റേ ചിന്താഗതിയാണ്. ഞാൻ എൻ്റെ ജീവിതത്തിലേക്കൊരു പെണ്ണിനെ കൊണ്ടുവന്നതിന് ശേഷം ആ പെണ്ണിൻ്റെ വീട്ടിലെ വാഷിംഗ് മെഷീൻ ആവണം, ആ പെണ്ണിൻ്റെ വീട്ടിലെ ചൂലാവണം, ആ പെണ്ണിൻ്റെ വീട്ടിലെ കുക്കറാവണം, ആ പെണ്ണിൻ്റെ വീട്ടിലെ അയൺ ബോക്സ് ആവണം. അതായത് പെണ്ണിനെ കൊണ്ടുവരുന്നത് വേലക്കാരിയല്ല, ഈ പണിയൊക്കെ എടുക്കുന്ന മെഷീനാവണം. അതുകൊണ്ട് ആ മെഷീൻ എന്ത് ചെയ്യണം? ഞാൻ 3 നേരം തിന്നാൻ കൊടുക്കും. അപ്പോൾ പിന്നെ ഇടയ്ക്ക് ഞാൻ ആ മെഷീനിട്ടൊന്ന് ചവിട്ടും, ഒന്ന് തട്ടും ഒക്കെ സഹിക്കേണ്ടി വരും, കാരണം തിന്നാൻ കൊടുക്കുന്നുണ്ടല്ലോ. ആ ചിന്താഗതിയൊക്കെ വെച്ച് ഇപ്പോഴും ആൾക്കാർ മുന്നോട്ട് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ കഷ്ടം. ഈ തീറ്റിപ്പോറ്റെന്നുള്ളൊക്കെ സംസാരം, ആ ഒരു ചിന്താഗതി, ഇങ്ങനെയുള്ള ആളുകൾ മാറൂലടാ. ഇവരടുത്ത ജനറേഷനും ഇത് തന്നെ ഇട്ട് കൊടുക്കും. ഒരു മാറ്റം ഇതിൽ സംഭവിക്കും. ഒരു മ്യൂച്വൽ റെസ്പെക്റ്റ് ഒന്നും ഇവരുടെ കണ്ണിലില്ല. സ്ത്രീധനം ഒന്നും വാങ്ങാതെയാണ് ഞാൻ കെട്ടുന്നത്, ഇനി മുതൽ എൻ്റെ സ്വന്തം ചിലവിന് ഞാൻ തന്നെ കൊടുക്കണ്ടേ? ശരി, അപ്പോൾ സ്ത്രീധനം വാങ്ങി കെട്ടണം എന്നുള്ള രീതിക്കാണ് എന്താണെങ്കിലും ജിഷ്ണു മോഹൻ ഇവിടെ പറഞ്ഞത്. ഇങ്ങനെ കുറേ കമൻസ് ഉണ്ട്. ഷീ നീഡ്സ് ഹിസ് മണി ആൻഡ് ചൈൽഡ്, ഹെർ ചൈൽഡ് ഈസ് ഗോയിങ് ടു ബി എ ടൂൾ ഫോർ ഓൺഗോയിങ് മന്ത്ലി ഇൻകം ഇഫ് ഷീ വിൻസ് ഇൻ കോർട്ട് ഇൻ ഡിവോഴ്സ് കേസ്. Bala going lose half of his money and assets. Shame on you, doctor. He won't deserve you. ഈ ആറാട്ടം 2.0 എന്ന് പറഞ്ഞിട്ടുള്ള ഫേക്ക് അക്കൗണ്ട് എന്നാണ് ഇങ്ങനൊരു മെസ്സേജ് വന്നിട്ടുള്ളത്, ഇങ്ങനൊരു കമൻറ്റ് വന്നിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഇതിന് മുമ്പ് ഇതേപോലൊരു ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് വന്ന ഒരു കമൻറ്റ് കാരണമാണ് ഈ ആറാട്ടണ്ണൻ ബാല ഇഷ്യൂ അങ്ങനെ ഒരു സാധനത്തിൻ്റെ ഒരു തുടക്ക സ്റ്റേജ് തന്നെ വന്നത്. ഡിവോഴ്സ് കേസാണെങ്കിൽ 6 മാസം കഴിയുമ്പോൾ പിരിയും. മണ്ടൻ പാണ്ടി ബാലയ്ക്ക് നല്ലൊരു കൊച്ചിനെ നഷ്ടപ്പെടും. ആബ്സൊല്യൂട്ട്ലി ട്രൂ ചേച്ചി. ബാലച്ചേട്ടനെ ഉപേക്ഷിച്ച് പോകരുത്. ആ വട്ടൻ്റെ കൂടെ തിരികെ പോകാതിരിക്കാൻ ശ്രദ്ധിക്കൂ, അവൻ നന്നാകില്ല ജന്മങ്ങൾ. ദ ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക് യു ഡിഡ് വാസ് മാരിങ് എ സൈക്കോ. അതായത് എലിസബത്ത് ഉദയൻ എന്ന് പറഞ്ഞാൽ അവർ എവിടെയും
ബാല എന്ന് പറഞ്ഞൊരു ആക്ടറിനെ റെഫർ ചെയ്തിട്ടില്ല. ഈവൻ ഞാൻ പറഞ്ഞല്ലോ, ഞാനാണെങ്കിലും എനിക്കറിയില്ല അത് ലൈക്ക് എവിടെയെങ്കിലും ഇവർ രണ്ടുപേരും തമ്മിലൊരു ഇഷ്യൂ ഉള്ളതായി പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത്. അങ്ങനെ ഇല്ലാത്തൊരു സാഹചര്യത്തിൽ ഒരു വട്ടമെങ്ങാണ്ട് ബാലചേട്ടൻ പറഞ്ഞതായിട്ട് എനിക്ക് ഓർക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയുടെ ഇങ്ങനത്തെ പോസ്റ്റുകളും കുറേ കമൻറ്റുകളും ഇതൊക്കെ ഭയങ്കരമായിട്ട് ഹേർട്ടായി, ഇൻഫ്ലുവൻസായി, അതിൽ നിന്ന് ഒരു സ്റ്റേജ് എത്തിയിരുന്നു, ഒരു പിരിയൽ സ്റ്റേജ് എത്തിയിരുന്നു എന്നൊക്കെ. പക്ഷെ ഇതിപ്പോൾ ചുമ്മാ എനിക്ക് ഈ നാഷണൽ ടെലിവിഷൻ, നാഷണൽ മീഡിയ, സാറ്റലൈറ്റ് ചാനലൊക്കെ ഇതിന് ഏറ്റുപിടിക്കുന്നതുകൊണ്ടാണ് ഞാൻ ആലോചിക്കുന്നത്. മനോരമ, കൈരളി, നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ലോകത്തിൽ വേറെ ഒരു ടോപ്പിക്കും കിട്ടാത്തതുകൊണ്ടാണോ അവരൊരു പോസ്റ്റ് ഇട്ടപ്പോഴത്തേക്ക് ഇവർ രണ്ടുപേരും പിരിയും എന്നുള്ള രീതിയിലൊക്കെ വരാൻ കാരണം? അതിനിടയിൽ ആറാട്ടണം ദാറ്റ് ലൂപ്പ് അങ്ങനെ തന്നെ പോവും. ആ ലൂപ്പിനൊരു മാറ്റം വരും തോന്നുന്നില്ല. കാരണം ആറാട്ടണം എങ്ങനെയാണ്, അങ്ങേരെ ഒരു ലൂപ്പിൽ കയറിയാൽ പിന്നെ ഇറങ്ങൂല. കാരണം ഇത്രകാലം അങ്ങേര് നിത്യമേനോൻ്റെ മറ്റേ ഇല്ല ഇനി ഞാൻ നോക്കില്ല, ഇനി എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ റീസെൻ്റ്ലി ഒരു പോസ്റ്റ് ഉണ്ട്, മൈ സ്വീറ്റ് ഹാർട്ട് നിത്യ, ഐ സ്റ്റിൽ ലവ് യു ഫ്രം ആറാട്ടണ്ണൻ സന്തോഷ് വർക്കി എന്ന് പറഞ്ഞിട്ട്. ആറാട്ടണ്ണൻ്റെ ലൂപ്പ് വേറെയാണ്. ആറാട്ടണ്ണൻ ഒരു ലൂപ്പിൽ കയറി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഞാൻ ആറാട്ടണ്ണൻ, ചെകുത്താൻ ആറാട്ടണ്ണൻ, ബാല ആറാട്ടണ്ണൻ, ആറാട്ടണ്ണൻ നിത്യ, അങ്ങനെ ആറാട്ടണ്ണൻ വേറൊരു യൂണിവേഴ്സാണ്. ആ യൂണിവേഴ്സിനകത്ത് അങ്ങനെ ആ ലൂപ്പിൽ കിടന്ന് ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കും. ചിലപ്പോൾ നല്ലത് പറയും, ചിലപ്പോൾ ചീത്ത പറയും, ചിലപ്പോൾ സങ്കടമായിരിക്കും, ചിലപ്പോൾ സന്തോഷമായിരിക്കും. പക്ഷേ ഇപ്പം ഈ പറഞ്ഞ കേസിൽ എനിക്കത് ബെറ്റർ, എന്താ പറയുക, ബാല കേസിലൊക്കെ മാറി നിൽക്കുകയാണ് ആറാട്ടണ്ണൻ നല്ലത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, അത് ആറാട്ടണ്ണൻ എന്ന് പറഞ്ഞ വ്യക്തി ഒറ്റയ്ക്ക് ആയതുകൊണ്ടും, ആറാട്ടണ്ണൻ എന്ന് പറഞ്ഞ വ്യക്തി ഇങ്ങനെ എന്താ പറയുക, അധികം ഫ്രണ്ട്സും കാര്യങ്ങളൊന്നും ഇല്ല, അങ്ങേരെ ഈ സോഷ്യൽ മീഡിയ മൊത്തത്തിലൊരു കോമഡി പീസായിട്ട് കാണുന്നതുകൊണ്ട് അങ്ങേരെ ആർക്കും എടുത്തിട്ട് കൊട്ടിപ്പോകാൻ പറ്റുന്നൊരു ചെണ്ട എന്നുള്ള രീതിക്കാണ് കാണുന്നത് പലരും. അപ്പോൾ അതിൻ്റെ കോൺസിക്വൻസസ് ഒക്കെ വരുമ്പോൾ ആറാട്ടണ്ണൻ ഒറ്റയ്ക്ക് നേരിടേണ്ട ഒരു അവസ്ഥയാണ്. ബെറ്റർ ടു അവോയ്ഡ് ദാറ്റ് തിങ്. എന്താണെങ്കിലും ഇങ്ങനൊരു സാധനം ഇത് കുറേ പേര് എനിക്ക് അയച്ചു. എനിക്ക് തോന്നുന്നു ഞാനും ബാലച്ചേട്ടനോട് റിലേഷൻ കൊണ്ടായിരിക്കാം പലരും എനിക്ക് അയച്ചത് ഇതിൻ്റെ എങ്ങനെയാണെന്നുള്ളതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. ബട്ട് സ്റ്റിൽ ഇതിങ്ങനെ കുറേ പേജുകളിലും അവിടെ ഇവിടെയൊക്കെ കാണുമ്പോഴേ അവരൊരു പോസ്റ്റ് ഇട്ടത് എന്തിനാണ് അപ്പോഴത്തേക്കും അവരുടെ ജീവിതം അങ്ങോട്ട് പോയി എന്ന് പറയാനുള്ളത് എനിക്ക് പിടുത്തല്ല. പിന്നെ ഉപദേശം കൊടുക്കാനായിട്ട് ഒരുപാട് പേരുണ്ടല്ലോ കമൻറ്റ് ബോക്സിൽ, അവർ ഉപദേശിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു വഴിക്ക്. ഉപദേശിച്ച് എല്ലാവരെയും കൂടി ഒരു വഴിക്ക് ആക്കാഞ്ഞാൽ മതി.